വിപരീതകാലേ വിനാശബുദ്ധി എന്ന് കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ടാവാൻ സാധ്യതയില്ല. നമ്മളെ കേട്ടിട്ടുള്ളത് വിനാശകാലേ വിപരീത ബുദ്ധി എന്നാണ്. പഴഞ്ചൊല്ല് അങ്ങനെയായിരുന്നു. പ്രൊഫസർ പി.സി. കറുത്ത എഴുതിയ പഴഞ്ചൊൽ പ്രപഞ്ചം എന്ന പുസ്തകത്തിലും വിനാശകാലേ വിപരീത ബുദ്ധി എന്നേ കാണുന്നു. പക്ഷേ കാലത്തിനനുസരിച്ച് ഒരു മാറ്റം വേണം എന്ന് തോന്നിയതുകൊണ്ട് ഇതല്പം ഒന്ന് ചൊറിച്ച് മല്ലിയത് മഹാപണ്ഡിതനും മാർക്സിസ്റ്റ് പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയുമായുള്ള സഖാവ് മറിയൻ അലക്സാണ്ടർ ബേബിയാണ്. ബേബി സഖാവ് കാര്യം പ്രായമായി, തലയും താടിയൊക്കെ നരച്ചു. ഗണ്യമായൊരു ഭാഗം കഷണ്ടിയുമായെങ്കിലും ആൾ കുസൃതിക്കാരനാണ്. പുള്ളിയുടെ ഒരു ബേബിത്തം മാറിയിട്ടില്ല. അതുകൊണ്ട് ഈ പഴഞ്ചൊല്ല് അല്പം ഒന്ന് പരിഷ്കരിക്കുക, അല്ലെങ്കിൽ അതൊന്ന് ചൊറിച്ച് മല്ലാൻ പുള്ളി തീരുമാനിച്ചു. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, ഇപ്പോൾ നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും ഒക്കെ വിപരീത കാലമാണ്, അതുകൊണ്ട് അവർക്ക് വിനാശബുദ്ധിയാണ് തോന്നുന്നത് എന്ന്. അത് കേട്ട് കുറച്ച് പേര് ചിരിച്ചു, വേറെ കുറച്ച് പേര് ആകെ അസ്വസ്ഥരായി, വേറെ കുറച്ച് പേര് ഈ പുള്ളിക്ക് എന്ത് പറ്റി എന്ന് അത്ഭുതപ്പെട്ടു. ഞാനിത് പറഞ്ഞത് ബേബിയെ ഉദ്ദേശിച്ച് മാത്രമല്ല. ബേബിയുടെ പാർട്ടിയിലെ മറ്റൊരു ബേബിയാണ് ബ്രിട്ടാസ്. ബ്രിട്ടാസ് വലിയ പണ്ഡിതനാണ്, വലിയ ചിന്തകനാണ്. മാത്രമല്ല ഇംഗ്ലീഷ് തെറ്റുകൂടാതെ പറയാനറിയുന്ന CPM-ലെ അപൂർവത്തിലെ അത്യപൂർവം പാർലമെൻറ്റ് അംഗങ്ങളിൽ ഒരാൾ കൂടിയാണ്. നമ്മുടെ കെ രാധാകൃഷ്ണനാണെങ്കിൽ പിന്നെ ഇംഗ്ലീഷ് പറയാൻ ബുദ്ധിമുട്ടില്ല. പുള്ളി അറിയാവുന്ന കാര്യങ്ങൾ മലയാളത്തിൽ പുള്ളിയെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ പറയും. ഇംഗ്ലീഷിൽ പറഞ്ഞേ തീരൂ എന്ന് വാശിയുള്ള ഒരാൾ ഡബിള റഹീമാണ്. പുള്ളിയുടെ ഇംഗ്ലീഷ് എന്ന് വെച്ചാൽ വിശ്വവിഖ്യാതമാണ്. പണ്ട് കേരള ഹൈക്കോടതിയിൽ ചേറ്റൂർ ശങ്കർ നായർ എന്നൊരു ജഡ്ജിയുണ്ടായിരുന്നു. അത് ഇപ്പോഴും ഉണ്ട്. റിട്ടയർ ചെയ്തിട്ടൊക്കെ ഒരുപാട് കാലമായി പാലക്കാട്ട് വിശ്രമ ജീവിതം നയിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ ശങ്കർ നായരുടെ കോടതി ചെല്ലുമ്പോൾ എങ്ങാനും കഷ്ടകാലത്തിന് ഇംഗ്ലീഷ് തെറ്റിക്കഴിഞ്ഞാൽ പുള്ളി ചളിക്ക് കളയും. യു ഷുഡ് ഹാവ് സം റെസ്പെക്ട് ടു ദ ക്യൂൻസ് ലാംഗ്വേജ് എന്നൊക്കെ പുള്ളി ഒരു വക്കീലിനോട് പറഞ്ഞാൽ എൻ്റെ ചെവി കൊണ്ട് കേട്ടു. അതുപോലെ ഒരാളോട് യു ആർ ഫാർ അവേ ഫ്രം ജോൺസൺ ആൻഡ് നിയറർ ടു ബട്ട്ലർ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള തട്ടുകളുടെ ആശാനായിരുന്നു ശങ്കരൻ നായർ. ഈ റഹീമെങ്ങാനും ശങ്കരൻ നായരുടെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ പുള്ളിയുടെ കാര്യം പരിങ്ങല്ലായിരുന്നു. പക്ഷേ ബ്രിട്ടാസ് അങ്ങനെയല്ല, പുള്ളിക്ക് ഇംഗ്ലീഷൊക്കെ നന്നായിട്ട് അറിയാം. തെറ്റുകൂടാതെ ഇംഗ്ലീഷ് പറയാൻ അറിയുന്ന ആളാണ്. വലിയ വിക്ടോറിയൻ ലാംഗ്വേജ് ഒന്നുമല്ല, ഓക്സ്ഫോർഡ് ആക്സെൻറ്റുമില്ല. നമ്മുടെ ഒരു തിരുവനന്തപുരം സ്ലാങ്ങിൽ വലിയ തെറ്റുകളില്ലാതെ മലയാളത്തിൻ്റെ ഒരു ഗ്രാമറിൽ ഇംഗ്ലീഷ് പറയുന്ന ആളാണ് സഖാവ് ജോൺ ബ്രിട്ടാസ്. അത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. അദ്ദേഹം അങ്ങനെ പാർലമെൻറ്റിൽ ഇരിക്കുന്ന സമയത്താണ് തമ്പിദുരൈ എന്ന് പറഞ്ഞ പഴയൊരു മെമ്പറാണ്. പുള്ളി നേരത്തെ ലോക്സഭാ അംഗമായിരുന്നു. ലോക്സഭയിൽ വളരെ കാലം മുമ്പ്, എനിക്ക് തോന്നുന്നു രാജീവ് ഗാന്ധിയുടെ കാലത്ത്, ഇദ്ദേഹം ഡെപ്യൂട്ടി സ്പീക്കറൊക്കെ ആയിരുന്നു. അത്ര സീനിയറായിട്ടുള്ളൊരു മെമ്പർ. അദ്ദേഹത്തിൻ്റെ പരമോന്നത നേതാവായിരുന്ന സ്വർഗസ്ഥയായ ജയലളിതയെ ഉദ്ദേശിച്ച് ഓണറബിൾ അമ്മ എന്ന് പറഞ്ഞു, അങ്ങനെ പരാമർശിച്ചു. തമിഴന്മാരിങ്ങനെയാണ്, വികാരപരമായിട്ടാണ് എല്ലാ വിഷയങ്ങളെയും സമീപിക്കുന്നത്. അവർ കാമരാജനെ കുറിച്ച് കാമരാജ് എന്ന് പറയില്ല, പെരും തലൈവർ എന്ന് പറയാം. അതുപോലെ കരുണാനിധിയെക്കുറിച്ച് കലൈഞ്ചർ എന്നും, MGR-നെ ഉദ്ദേശിച്ച് പുരട്ചി തലൈവർ എന്നും, ജയലളിതയെ അമ്മ എന്നുമാണ് അഭിസംബോധന ചെയ്യുക. അമ്മ എന്ന് പറഞ്ഞാൽ ഒരർത്ഥമേ ഉള്ളൂ. അത് എൻ്റെ അമ്മയോ നിങ്ങളുടെ അമ്മയോ അല്ല, ബ്രിട്ടാസിൻ്റെ അമ്മയോ അല്ല. അമ്മ എന്ന് മാത്രം പറഞ്ഞാൽ അത് ജയലളിതയാണ്. അതുകൊണ്ടാണ് അമ്മ സിമൻറ്റ് വരെ ഉണ്ടായിരുന്നു, അമ്മ ക്യാൻറ്റീനുകളുണ്ടായിരുന്നു. അപ്പോൾ അമ്മ എന്ന് പറഞ്ഞാൽ തമിഴിൽ ഒറ്റ അർത്ഥമേ ഉള്ളൂ. കലൈഞ്ചർ എന്ന് പറഞ്ഞാലും അത്രേ ഉള്ളൂ. പക്ഷേ മലയാളികൾ അങ്ങനെയല്ല. നമ്മളിവിടെ പിണറായി വിജയനെ ക്യാപ്റ്റൻ എന്നൊക്കെ വിളിക്കുമ്പോൾ ആളുകൾ പുച്ഛിക്കുക ചെയ്യുക. കരുണാകരനെ ലീഡർ എന്ന് ഗ്രൂപ്പുകാർ വിളിച്ചപ്പോൾ ഗ്രൂപ്പുകാർ ഡീലർ എന്ന് അദ്ദേഹത്തെ തിരുത്തി പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ളൊരു പാരമ്പര്യവും പാരമ്പര്യമാണ് മലയാളികൾക്കുള്ളത്. മലയാളികൾക്ക് ആളുകളെ പുച്ഛിക്കാനറിയും, പരിഹസിക്കാനറിയും. ഇവിടെ ഇതേ നമ്പർ തന്നെയാണ് പാവം ബ്രിട്ടാസ് പയറ്റി നോക്കിയത്. പുള്ളി അമ്മ എന്ന് പറഞ്ഞപ്പോൾ ബിച്ചമ്മ, ഊസമ്മ എന്ന രീതിയിൽ ചോദിച്ചു. ആരുടെ അമ്മ, എവിടത്തെ അമ്മ? ഒരു തവണ ചോദിച്ചപ്പോൾ തമ്പിദുരൈ മൈൻഡ് ചെയ്തില്ല, പുള്ളി ശ്രദ്ധിച്ചില്ല. വീണ്ടും ചോദിച്ചപ്പോൾ തമ്പിദുരൈ ഇറിറ്റേറ്റഡായി. പുള്ളി പക്ഷേ ക്ഷമിച്ചു. പോട്ടെ, വിവരമില്ലാത്തവനാണല്ലോ, ബ്രിട്ടാസ് എന്ന് പേരുണ്ട്, ഇവൻ്റെ സ്വഭാവം പൊട്ടാസിൻ്റെയാണ്. അത്രയൊക്കെ പൊട്ടുള്ളൂ. ഒരു ഓലപ്പടക്കത്തിൻ്റെ അത്ര സ്ഫോടന ശക്തി പോലും ഇല്ലാത്തവനാണ് ഈ ജോൺ ബ്രിട്ടാസ്. പിണറായി വിജയൻ്റെ ഒരു സ്തുതി ഗായകനായതുകൊണ്ട് അദ്ദേഹത്തെ രാജ്യസഭയിലേക്ക് വിട്ടു, അത്രേ ഉള്ളൂ. അത് രാജ്യസഭയിലും എല്ലാവർക്കും അറിയാം, മാർക്സിസ്റ്റ് പാർട്ടിയിലും എല്ലാവർക്കും അറിയാം. പുള്ളി അല്ലാതെ ചോരച്ചാലുകൾ നീന്തി കയറിയ വലിയ ധീര സഖാവൊന്നുമല്ല. ഒരു ലാത്തി ചാർജിലും പുള്ളി അടിമേടിച്ചിട്ടില്ല. എത്തപ്പയുടെ ഒരു സമരത്തിലും പുള്ളി പങ്കെടുത്തിട്ടുമില്ല. പുള്ളി ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയുടെ ഒരു പ്രൊഡക്റ്റാണ്. പിന്നെ നമ്മുടെ ലക്ഷ്മി നായരുടെ ലാ അക്കാഡമി, ലാ കോളേജിൽ നിന്നും ബിരുദം നേടിയിട്ടുണ്ട്. ഇതൊക്കെ ശരിയാണ്.
എന്ന് വച്ചാലും ബ്രിട്ടാസ് എത്രയായാലും ബ്രിട്ടാസ് മാത്രമാണ്, അല്ലാതെ സോമനാഥ് ചാറ്റർജി ഒന്നുമല്ല, ഇന്ദ്രജിത്ത് ഗുപ്തയുമല്ല. അപ്പോൾ അദ്ദേഹം ഇതുപോലെ മൂന്നാമത് ചോദിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ തമ്പിദുരയ്ക്ക് വട്ടായി. അവിടെ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ തമ്പിദുരയെ മാത്രമല്ല ആക്ഷേപിക്കുന്നത്, തമ്പിദുരയുടെ പരമോന്നത നേതാവായിരുന്ന തമിഴകത്തുകാരുടെ മൊത്തം എന്താണ് ചിന്തനയും ശില്പിയായിരുന്ന സാക്ഷാൽ ജയലളിതയാണ്. അപ്പോൾ അദ്ദേഹം മുഖമടച്ച് ഒന്ന് കൊടുത്തു. ഈ കിട്ടേണ്ടത് കിട്ടിയപ്പോൾ ബ്രിട്ടാസിന് തോന്നേണ്ടത് തോന്നി. പുള്ളിയുടെ മുഖത്ത് പണ്ടേ തന്നെ ഒരു ചമ്യ ഭാവമുണ്ട്. അത് JB ജംഗ്ഷൻ നടത്തുന്ന സമയത്തുണ്ട്. ഒരു വഷളത്തരം ചമ്മിയ ചിരിയും പുള്ളിക്ക് ജന്മസിദ്ധമായി ലഭിച്ചതാണ്. അപ്പോൾ ആ ചമ്മൽ അല്പം കൂടി ഒന്ന് സ്പഷ്ടീകരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. വേറെ യാതൊരു കുഴപ്പമുണ്ടായില്ല. പക്ഷേ ഇത് ഈ നാട്ടിലെ DMK-കാർ പോലും എടുത്ത് പ്രചരിപ്പിക്കുകയാണ്. കാരണം ഒരു തമിഴനെ ഈ രീതിയിൽ ഇറിറ്റേറ്റ് ചെയ്യുന്ന അവർക്ക് സഹിക്കാൻ പറ്റില്ല. തമിഴന്മാർ വികാരപരമായിട്ട് ചിന്തിക്കുന്നവരാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. മലയാളികളാണെങ്കിൽ അപ്പോൾ ആ പാർട്ടിക്കാർ മാത്രമേ ഇത് ആഘോഷിക്കൂ. ഇത് DMK-കാരല്ല, സത്യം പറഞ്ഞാൽ DMK-കാരും TVK-കാരും എന്ന് വേണ്ട മൊത്തം തമിഴന്മാരും ലോകവ്യാപകമായിട്ട് ആഘോഷിക്കുകയാണ് ഈ ബ്രിട്ടാസ് എന്ന് പറഞ്ഞ പൊട്ടൻ. തമ്പിദുരൈ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പെരിയ ലീഡർ കൊടുത്ത ചെറിയ ഒരു ശിക്ഷ, തലക്കിട്ടൊരു കിഴുക്ക്. പക്ഷേ മലയാളികളായാലും കഷ്ടമാണ്. മലയാളികൾക്ക് ആളുകളെ പരിഹസിക്കാനുള്ള ശീലം. മാർസിസ്റ്റുകാർ വളരെ രഹസ്യമായിട്ട് ഇത് കണ്ട് സന്തോഷിക്കുകയും യവനിത് കിട്ടിയല്ലോ കർത്താവേ, അല്പം വൈകിട്ടാണെങ്കിലും പുള്ളിക്ക് കിട്ടാനുള്ളത് കിട്ടിയല്ലോ എന്ന് പറഞ്ഞ് അവർ കുരിശ് വരച്ച് ആ സന്തോഷം പ്രകടിപ്പിക്കുകയാണ്. കോൺഗ്രസ്സുകാരനും BJP-കാരനും പറയാനുമില്ല. അവരൊക്കെ ആനന്ദസാഗരത്തിൽ ആറാടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ബ്രിട്ടാസിന് ഒരു ചമ്മലുമില്ല. പുള്ളി ഇതല്ല ഇതിലും വലുത് വന്നാലും ഇതിനേക്കാൾ വലിയ നാറ്റം സഹിച്ചാലും അതൊക്കെ ഒരു അത്തറിൻ്റെ പരിമളമായിട്ട് എടുത്തിട്ടുള്ളതാണ്. പുള്ളിയുടെ പേര് വിക്കിലീക്സിൽ വരെ വന്നിട്ടുള്ളതാണ്. ഇപ്പോൾ കൂടുതൽ ഞാൻ പറയുന്നത് ശരിയല്ല. അപ്പോൾ ബ്രിട്ടാസിനെ സംബന്ധിച്ചിടത്തോളം ഈ നമുക്ക് നാറ്റമായിട്ട് തോന്നുന്നത് പുള്ളിക്ക് സെൻറ്റിൻ്റെ പരിമളമായിട്ട് തോന്നും. അതുകൊണ്ട് പുള്ളിക്ക് യാതൊരു നാറ്റവുമില്ല. നാറ്റം ബാക്കിയുള്ളവർക്കാണ്. ഏതായാലും ബ്രിട്ടാസ് സഖാവിന് രാജ്യസഭയിൽ നിന്ന് കിട്ടാനുള്ളത് കിട്ടിയതിൽ എനിക്കും സന്തോഷമുണ്ട്. താത്വിക തലത്തിൽ പോലും പുള്ളിയെ ന്യായീകരിക്കാൻ ആരുമില്ല എന്നുള്ളതാണ് കഷ്ടം. ഏതെങ്കിലും സൈദ്ധാന്തികന്മാർ പുള്ളിക്ക് വേണ്ടി രംഗത്തിറങ്ങുന്ന ഞാൻ വിചാരിച്ചു. പക്ഷേ അതും ഉണ്ടായില്ല. കാരണം വെച്ചാൽ സൈദ്ധാന്തികന്മാർക്ക് ഇയാളെ ഇഷ്ടമല്ല. യവനൊരു വാവുളിയനാണ്. പിണറായി വിജയൻ്റെ കാല് പിടിച്ച് പാർലമെൻറ്റ് മെമ്പറായവനാണ്. ഇങ്ങനെയുള്ള ഇത്തിക്കണ്ണികളാണ് പാർട്ടിയെ നശിപ്പിച്ചത് എന്നാണ് പാർട്ടിക്കാരുടെ ഇടയിൽ പൊതുവെയുള്ള അഭിപ്രായം. പക്ഷേ അവരതങ്ങനെ പുറത്ത് പറയാറില്ല എന്ന് മാത്രമേ ഉള്ളൂ. രഹസ്യമായിട്ട് നമ്മളോടൊക്കെ പറയും. യവനൊക്കെ ഏതാണ്, ഇവൻ ഈ പാർട്ടിയിൽ എന്ത് പാരമ്പര്യമുണ്ട്. ദേശാഭിമാനിയുടെ ഒരു തുലിയ തൊഴിലാളിയായിരുന്നു. പിന്നീട് കൈരളി ചാനലിൽ വന്നു. അത് കഴിഞ്ഞത് പാർലമെൻറ്റ് മെമ്പറായി. ഇവിടെ എത്രയോ കൊല്ലം പാർട്ടിക്ക് വേണ്ടി ജാഥയ്ക്ക് പോയവരുണ്ട്, പോസ്റ്റർ ഒട്ടിച്ചവരുണ്ട്, മതിലെഴുതിയവരുണ്ട്, പിന്നെ വർഗ ബഹുജന സംഘടനകൾ കെട്ടിപ്പടുക്കാൻ വേണ്ടി പ്രയത്നിച്ചവരുണ്ട്. ഇവരെയൊക്കെ അവഗണിച്ചുകൊണ്ടാണല്ലോ വിജയൻ സഖാവ് ഈ വേലിയമ്മ കിടന്ന പാമ്പിനെ എടുത്ത് വേണ്ടാത്തടുത്ത് വെച്ചത് എന്ന് ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ അവരുമൊക്കെ സന്തോഷിക്കുകയാണ്. ഞാൻ അവരുടെ സന്തോഷത്തിൽ പങ്കുചേരുന്നു. ലാൽ സലാം.